വിശദമായ വാർത്തകളിലേക്ക് തൃശൂരിലും ബിജെപി പ്രതിസന്ധിയിലാകുന്നു. തൃശൂർ ബിഡിജെഎസിന് തന്നെ വേണമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഉപാധികളെല്ലാം ബിജെപി അംഗീകരിച്ചാൽ മാത്രമേ സ്ഥാനാർത്ഥിയാകൂവെന്നും തുഷാർ. പത്തനംതിട്ടയിലെ തമ്മിലടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ ബിജെപി. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും പത്തനംതിട്ടയില്ല. വിശദാംശങ്ങൾ ശരത് നൽകും. ശരത്, ഇന്നലെ അർദ്ധരാത്രിയോടെ പ്രഖ്യാപിച്ച 36 മണ്ഡലങ്ങളിലേക്ക് പ്രഖ്യാപിച്ച രണ്ടാംഘട്ട പട്ടികയിലും പത്തനംതിട്ടയില്ല. പത്തനംതിട്ടയ്ക്കായി അമിത്ഷാ എന്താണ് കരുതി വച്ചിരിക്കുന്നത്? ഇപ്പോൾ തുഷാറിന്റെ പ്രസ്താവനകൾ അല്ലെങ്കിൽ തുഷാറിന്റെ നിലപാട് വെളിപ്പെടുത്തുന്നത് അമിത്ഷായും മോദിയും അടക്കം തന്നെ സ്ഥാനാർത്ഥിയാകാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും തുഷാർ വെള്ളാപ്പള്ളി മനസ്സ് തുറക്കാൻ തയ്യാറാകുന്നില്ല. എങ്ങനെ വിലയിരുത്തണം നിലവിലെ സാഹചര്യത്തെ? ക്രിസ്റ്റീൻ, പത്തനംതിട്ട സീറ്റിനായി പ്രത്യേകിച്ച് അമിത്ഷാ ഒന്നും കരുതി വെച്ചതിന്റെ ഭാഗമായുള്ള ഒരു സസ്പെൻസ് ഒന്നുമല്ല ഇപ്പോൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട സീറ്റിലുള്ളത്. മറിച്ച് ശ്രീധരൻപിള്ളയും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും പത്തനംതിട്ട സീറ്റിന് വേണ്ടി ഒരേപോലെ തമ്മിലടി നടത്തുന്നതിന്റെ ഭാഗമായി ഒരു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാനാകാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ ഉള്ളത്. കെ സുരേന്ദ്രനും പി എസ് ശ്രീധരൻപിള്ളയും ഒരുപോലെ തന്നെ ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായും പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം ബിജെപിയുടെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതാണ് ഇത്തരമൊരു പ്രതിസന്ധിയിലേക്ക് ബിജെപിയെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ പി എസ് ശ്രീധരൻപിള്ള ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പത്തനംതിട്ട സീറ്റിൽ പി എസ് ശ്രീധരൻപിള്ളയായിരിക്കും മത്സരിക്കുക എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് ദേശീയ നേതൃത്വം ചൊവ്വാഴ്ച ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അവിടെ RSSന്റെ നിലപാട് വളരെ നിർണായകമായി. പി എസ് ശ്രീധരൻപിള്ളയല്ല, മറിച്ച് കെ സുരേന്ദ്രനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടത് എന്നുള്ള ഒരു നിലപാട് RSS സ്വീകരിച്ചതോടുകൂടി പത്തനംതിട്ട സീറ്റിൽ കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും മത്സരിക്കുക എന്നും പത്തനംതിട്ടയിൽ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കില്ല എന്നുമുള്ളത് വ്യക്തമായിരുന്നു. എന്നാൽ പിന്നീട് ശ്രീധരൻപിള്ള ഈ ഒരു തീരുമാനം വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടി കർക്കശമായ നിലപാടിലേക്ക് മാറി. ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും നൽകിയ പേരുകൾ, ആ പേരുകളിൽ തന്റെ പേര് മാത്രമാണുള്ളത്. ഒറ്റ പേര് മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും നൽകിയിരിക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ തന്നെ ഒഴിവാക്കിക്കൊണ്ട് കെ സുരേന്ദ്രനെ പത്തനംതിട്ട സീറ്റിൽ മത്സരിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം മാറിയതോടുകൂടിയാണ് സ്ഥാനാർത്ഥി നിർണയം വീണ്ടും പ്രതിസന്ധിയിലായത്. നേരത്തെ സുരേന്ദ്രൻ ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്തനംതിട്ടയിൽ സജീവമായി കെ സുരേന്ദ്രൻ പ്രചരണത്തെ ഒക്കെ നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട വീടുകളിലൊക്കെ തന്നെ സന്ദർശനം ഒക്കെ നടത്തിയിരുന്നു. എന്നാൽ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം വീണ്ടും അനിശ്ചിതത്വത്തിലായതോടുകൂടി അദ്ദേഹം വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരികെ മടങ്ങുന്ന സാഹചര്യമൊക്കെ തന്നെയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് ഇപ്പോഴുള്ള പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത, ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് ബിജെപി വൃത്തങ്ങൾ മറ്റൊരു സാധ്യത പ്രവചിച്ചിട്ടുണ്ടായിരുന്നത് അത് തൃശൂർ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അത്തരമൊരു നീക്കം എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു സമീപനത്തെ, അതായത് തൃശൂർ അതുപോലെ തന്നെ പത്തനംതിട്ട ഇവ ചേർത്തുകൊണ്ടൊരു പാക്കേജ് സീറ്റ് രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയമോ അല്ലെങ്കിൽ സീറ്റ് വിഭജനമോ അംഗീകരിക്കാനാകില്ല എന്നുള്ള ഒരു നിലപാടിലാണ് BDJS ഉള്ളത്. BDJS തന്നെ തൃശൂരിൽ മത്സരിക്കുമെന്നുള്ള ഒരു നിലപാടാണ് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രനെ തൃശൂരിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. ഇനി അത്തരത്തിൽ BDJSന്റെ വിട്ടുവീഴ്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്നുള്ള ഒരു താല്പര്യം തന്നെയാണ് ബിജെപിയുടെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണ് എങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ തൃശൂർ പോലെ ഏറെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തൃശൂർ സീറ്റിൽ തന്നെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്നുള്ളത് കൂടി ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികളും മറ്റും അംഗീകരിക്കുകയാണ് എങ്കിൽ മാത്രം മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടാണ് തുഷാർ വെള്ളാപ്പള്ളി സ്വീകരിച്ചിരിക്കുന്നത്. ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ, ബിജെപിയുടെ ദേശീയ നേതൃത്വത്തെ ഏതായാലും തുഷാർ വെള്ളാപ്പള്ളി ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തൃശൂർ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിൽ നിന്ന് മാറ്റി ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ സമവായം കാണാമെന്ന് ബിജെപി വൃത്തങ്ങൾ കണക്കുകൂട്ടുന്നുണ്ട് എങ്കിൽ പോലും അതിനുള്ള സാധ്യതകളും നിലവിൽ വളരെ കുറവാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പത്തനംതിട്ട സീറ്റിനെ ചൊല്ലിയുള്ള തിരിച്ചടികൾ ബിജെപിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം 13 മണ്ഡലങ്ങളിലും ബിജെപി പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോഴും കൃത്യമായും
മറ്റൊരു മണ്ഡലമായ പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ള ചോദ്യം കേരളം മുഴുവൻ BJP സ്ഥാനാർത്ഥികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ശ്രീധരൻപിള്ളയും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും തമ്മിലുള്ള അധികാര വടംവലി അല്ലെങ്കിൽ സീറ്റ് തർക്കമാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്ന് ഒരു പരിധിവരെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് BJPക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി തന്നെ മാറും. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഉടൻ തന്നെ 2 ദിവസത്തിനകം തന്നെ ഒരു പ്രഖ്യാപനം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായാലും തെരഞ്ഞെടുപ്പ് രംഗത്തും അതുപോലെ തന്നെ അതേസമയം ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ചേരുകയാണ്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ അർദ്ധരാത്രിയോടെ വന്ന 2ാം ഘട്ട പട്ടികയിലും പത്തനംതിട്ട സംബന്ധിച്ച് ഒരു വ്യക്തമായ തീരുമാനമില്ല. തൃശൂരിനെ സംബന്ധിച്ച് താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ എന്താണ് നിലപാട്? താങ്കൾ മത്സരിക്കുമോ? ഞങ്ങളുടെ 5 സീറ്റും BJPയുടെ സീറ്റുകളും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് സീറ്റും 2 ദിവസം മുമ്പ് ഡൽഹിയിലെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതാണ്. BDJസിന് 5 സീറ്റുണ്ട്. ആ 5 സീറ്റുകൾ മത്സരിക്കുന്നത് ആര് എന്നൊക്കെ ഉള്ളത് മറ്റന്നാൾ ഞങ്ങൾ കൂടുന്ന കമ്മിറ്റിക്ക് ശേഷം ഡിക്ലെയർ ചെയ്യാമെന്നാണ് ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഉടൻ തന്നെ വരുന്ന 1-2 ദിവസം തന്നെ ഡിക്ലറേഷൻ ഉണ്ടാവും. പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കം താങ്കൾ തന്നെ തൃശ്ശൂരിൽ മത്സരിക്കണം എന്ന തരത്തിൽ താങ്കളോട് ആവശ്യപ്പെട്ടു എന്നുള്ളത് താങ്കൾ പ്രതികരിക്കുകയുണ്ടായല്ലോ. ഈ സാഹചര്യത്തിലും ഇപ്പോഴും താങ്കളുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു മനസ്സ് തുറക്കാൻ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം എന്താണ്? അത് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ ഇപ്പോൾ? അങ്ങനെ പ്രതിസന്ധിയൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരോടും കൂടി ആലോചിച്ച് എങ്ങനെ വേണം എന്നുള്ളത് ഒരു ഫൈനൽ തീരുമാനം ഞങ്ങളുടെ പാർട്ടിയുടെ നിലയ്ക്ക് എടുക്കണം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. അതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും ഡിക്ലെയർ ചെയ്യുന്നതിനില്ല. അത് 1-2 ദിവസം പരമാവധി ഉടൻ തന്നെ ഡിക്ലറേഷൻ ഉണ്ടാവും. മറ്റു മുന്നണികളൊക്കെ ഇപ്പോൾ പ്രചരണ രംഗത്ത് സജീവമായി തുടങ്ങി. 2ാം ഘട്ടവും 3ാം ഘട്ടത്തിലേക്കൊക്കെ നീങ്ങുമ്പോഴും പത്തനംതിട്ട സംബന്ധിച്ച് BJP ഒരു വ്യക്തമായ തീരുമാനത്തിലെത്താത്തത് യാതൊരു തരത്തിലും ആശങ്കകൾ സൃഷ്ടിക്കുന്നില്ല എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? ഒരു തരത്തിലുമില്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്തനംതിട്ടയിലാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അവിടെ സ്ഥാനാർത്ഥികൾ ചെല്ലുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, തൃശൂർ സീറ്റ് ഒരു പക്ഷേ BJP ഏറ്റെടുക്കാൻ തയ്യാറായാൽ അപ്പോൾ എന്തായിരിക്കും താങ്കളുടെ നിലപാട്? ശ്രീ തുഷാർ കേൾക്കാമെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു നമ്മോട് പ്രതികരിച്ചത്. BDJS തന്നെ തൃശൂരിൽ മത്സരിക്കുമെന്നും BDJSന് 5 സീറ്റാണ് ഉള്ളതെന്നും നിലവിൽ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുന്നുവെങ്കിൽ പോലും മറ്റു മുന്നണികൾ സജീവമായി തന്നെ പ്രചരണ രംഗത്തുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിൽ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോഴും BJP നേതൃത്വം മൗനം തുടരുന്നത് തീർച്ചയായും BJPയിലെ പ്രതിസന്ധി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്. അതേസമയം ശരത് ചെയ്യുകയാണ്. ശരത്, ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിക്കുകയായിരുന്നു. യാതൊരു തരത്തിലുമുള്ള ആശങ്കകളില്ല എന്ന് അദ്ദേഹം പ്രതികരിക്കുമ്പോഴും തീർച്ചയായും പത്തനംതിട്ടയിലെ ഈ ഒരു മൗനം അല്ലെങ്കിൽ താമസം തുഷാർ വെള്ളാപ്പള്ളി എന്ന തരത്തിൽ തന്നെ അഭ്യൂഹങ്ങൾ ഉള്ളപ്പോഴും വ്യക്തമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകാത്ത സാഹചര്യം തീർച്ചയായും ആശങ്ക സൃഷ്ടിക്കുന്നു എന്ന് തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? ക്രിസ്ത്യൻ, നിലവിലെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട സീറ്റിൽ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത്. അത് പ്രചരണ രംഗത്തൊക്കെ തന്നെ BJP നേതാക്കന്മാർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല. കാരണം 14 മണ്ഡലങ്ങളിലാണ് BJP മത്സരിക്കുന്നത്. അതിൽ 13 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ടും ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ മാത്രം പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നുള്ള ഒരു അവകാശവാദം BJP നേതാക്കൾ ഉന്നയിക്കുമ്പോൾ അത് അത്തരത്തിലല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഓരോ ദിവസത്തെയും നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേന്ദ്ര നേതൃത്വം വിഷയത്തിൽ പൂർണ്ണമായും അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രഖ്യാപനം നീണ്ടുപോകുന്നത്. കൃത്യമായൊരു തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലേക്ക് BJP കേന്ദ്ര നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി സംസ്ഥാന നേതാക്കന്മാരുടെ ഈ ഒരു തമ്മിലടി കാരണമായിരിക്കുന്നു എന്നുള്ളതൊരു വ്യക്തമായ ഒരു സൂചന തന്നെയാണ്. അത് ഏത് രീതിയിലാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ BJPയുടെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതും ഏറെ പ്രസക്തമാണ്. കാരണം
നിലവിലെ സാഹചര്യത്തിൽ BJP സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥാനാർത്ഥി നിർണയ വിവാദം ഏതായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ തുടരും. അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ തന്നെ തിരിച്ചടി ഏറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിലെ അധികാര സമവാക്യങ്ങളിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. കാരണം വി മുരളീധര പക്ഷത്തിന് ഒട്ടും പരിഗണന ലഭിക്കാത്ത ഒരു സീറ്റ് നിർണയവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായത്. അതിന്റെ ഭാഗമായി തന്നെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന് ശേഷമായാലും ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വരുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ PS ശ്രീധരൻപിള്ള നേരത്തെ തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സ്വീകരിച്ച സമീപനങ്ങൾ BJPക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ BJP നടത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ശ്രീധരൻപിള്ള ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിന് കോപ്പ് കൂട്ടിയിരിക്കുന്നത്, അതായത് സീറ്റ് വിവാദത്തിന് കോപ്പ് കൂട്ടിയിരിക്കുന്നത്. അതും ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ഒരു ചർച്ചയായി മാറും. അതുകൊണ്ട് തന്നെ അത് BJPക്ക് തിരിച്ചടിയുമാകും. അതെല്ലാം തന്നെ ആത്യന്തികമായി തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ അധികാര സമവാക്യങ്ങളിൽ ഉൾപ്പെടെ പ്രതിഫലിക്കുമെന്ന് വേണം ഇപ്പോൾ കരുതാൻ. ശരത്, അതോടൊപ്പം തന്നെ BDJS തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിനു ശേഷം BJP സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം BDJS എന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലതാമസം വരുത്തുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞത് സാങ്കേതിക തടസ്സങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് സമിതിയുടെ അംഗീകാരം വേണമെന്ന തരത്തിൽ ആദ്യം കുറച്ചുനാൾ കാലതാമസം വരുത്തി. ഇപ്പോൾ വ്യക്തമായ കാരണങ്ങൾ പോലും നിരത്താതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. ഇത് അണികളുടെ ഒരു രോഷത്തിനും പ്രവർത്തകരുടെ ഒരു രോഷത്തിനും വഴിവെക്കില്ലേ? ഏതെങ്കിലും തരത്തിൽ K സുരേന്ദ്രനെ തട്ടി മറ്റൊരു സ്ഥാനാർത്ഥിയെ നയിക്കുന്ന ഒരു സാഹചര്യമാണ് BJP നേതൃത്വം മനസ്സിൽ കരുതുന്നതെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിസന്ധി പ്രകടമാണ്. കാരണം നേരത്തെ തൃശ്ശൂരിൽ K സുരേന്ദ്രൻ മത്സരിക്കുമെന്നുള്ള രീതിയിൽ പ്രചരണ ബോർഡുകളും അതുപോലെ തന്നെ ചുവരെഴുത്തുകളൊക്കെ തന്നെ നടത്തിയിരുന്നു BJP. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നു തൃശ്ശൂരിൽ BDJS തന്നെ മത്സരിക്കുമെന്ന്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തകർക്ക് ഒരു വലിയ ഒരു പ്രതിഷേധം ഉണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ K സുരേന്ദ്രനും അതുപോലെ തന്നെ PS ശ്രീധരൻപിള്ളയും ഒരുപോലെ തന്നെ ഈ സീറ്റിന് വേണ്ടി നടത്തുന്ന അധിക വടംവലി അതും വലിയ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷന്റെയും ദേശീയ അധ്യക്ഷന്റെയും ഫേസ്ബുക്ക് വാളുകളിൽ നിറഞ്ഞിട്ടുള്ള പ്രതിഷേധ പോസ്റ്റുകൾ. ഇത് ബഹുഭൂരിഭാഗവും നടത്തിയിരിക്കുന്നത് BJPയുടെ പ്രവർത്തകർ തന്നെയാണ്. ആ രീതിയിലേക്ക് പ്രവർത്തകരുടെ പോലും മനം മടുപ്പിക്കുന്ന രീതിയിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് BJP നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. അത് ഏറെ വലിയ രീതിയിൽ തന്നെ BJPയെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം തന്നെ BDJSന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശയക്കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും BDJS പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യം വ്യക്തമാണ്. തൃശ്ശൂരിലും BJP പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് ഉള്ളത്. തൃശ്ശൂർ BDJSന് തന്നെ വേണമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഉപാധികളും തുഷാർ വെള്ളാപ്പള്ളി BJP നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ശരത്താണ്. മറ്റു വാർത്തകളിലേക്ക് തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.